ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനൽ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ അപ്പം റെസിപ്പിയാണ്. ഈ അപ്പത്തിൽ നമ്മൾ തേങ്ങാപ്പാലും ഉലുവയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പി ഒന്നുമല്ല, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട റെസിപ്പിയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ അപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ മാവ് നമുക്ക് തലേദിവസം തന്നെ അരച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് തലേദിവസം തന്നെ കുറച്ച് പച്ചരിയും ഉലുവയും ഒരു 3 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അത് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത് എടുത്തു വെച്ചതാണ് ഇത്. പിന്നെ വേണ്ടത് കുറച്ച് ചോറ്, 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേജിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ ഒരു സ്മൂത്ത് മാവ് അരച്ചെടുക്കണം. ഇത് തലേ ദിവസം തന്നെ അരച്ചിട്ട് പുറത്ത് വെച്ചിട്ട് നല്ലോണം കുളിപ്പിച്ചെടുക്കണം. അപ്പം ഞാനിതൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മാവ് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതൊരു 24 മണിക്കൂർ കുളിക്കാൻ വെക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 3:15 ഉച്ചയ്ക്ക് 3:15. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 3:15 വരെ ഇതൊന്ന് കുളിക്കാനായിട്ട് നമ്മൾ വെറുതെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നാളെ ഇത് കുളിച്ചതിന് ശേഷം ബാക്കി എന്തൊക്കെയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് പറയാം. ഇന്നലെ അരച്ചു വെച്ച മാവ് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഈ മാവ് നമ്മൾ അപ്പം ചുടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇതിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കണം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് ബേക്കിംഗ് സോഡ, പിന്നെ തേങ്ങാപ്പാൽ, ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാവിൻ്റെ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാവ്. അപ്പം ഞാനൊരു അപ്പം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മെല്ലെ പാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്പെഷ്യൽ അപ്പം റെഡിയായി. ഇത് നമുക്ക് വെജ് സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, അല്ലെങ്കിൽ മുട്ടക്കറി, ചിക്കൻ കറി ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.